കോട്ട സാരീസ്. എനിക്ക് ഒത്തിരി ഈ ഒരു സാരിയും അതുപോലെ തന്നെ ഈ സാരിയിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. നമുക്ക് ഫുള്ളായിട്ട് ഒരു എംബ്രോയ്ഡറി പാറ്റേൺ കൊടുക്കുന്നുണ്ട്. പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ഞാൻ വേറെ ഇരിക്കുന്നത് കൂടാണ്ട് ഒരു 2 ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ആൻഡ് ബോഡി പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്കൊരു ഫ്ലോറിൻ്റെ തന്നെ എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നുണ്ട്. വിത്ത് സ്കാല ഫിനിഷോടെയാണ് ഈ സാരി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷൻ ലോവറിലോട്ടാണ് ആ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പറിലോട്ട് വരുമ്പോൾ ഫുൾ നമുക്ക് സോളിഡ് ആണ് കേട്ടോ. പ്ലീറ്റ്സ് ഒക്കെ എടുത്താൽ നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലും കൂടിയാണ്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടാണെങ്കിലും ഏതൊരു ഒക്കേഷൻ വെയർ ആയിട്ടാണെങ്കിലും വേറെ ഏത് പോകാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സാരീസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഒരു ചിക്കു ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ ചേരുന്ന 3 ഷെയ്ഡ്സ് ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് നമുക്ക് സെയിം കോട്ടയിൽ തന്നെയാണ് ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നുണ്ട്. ബ്ലൗസ് പീസിൽ ഒരു ഫ്ലോറലിൻ്റെയൊക്കെ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്കൊരു വൈറ്റ് കോൺട്രാസ്റ്റ് ഒക്കെ വേറെ ചെയ്ത് പോയാലും നല്ലൊരു ഭംഗിക്ക് വേറെ ചെയ്ത് എടുക്കാൻ പറ്റും. നല്ലൊരു ക്ലാസി ആൻഡ് എലഗൻറ്റ് സ്റ്റൈലിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസ്. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ഇതിലും സെയിം ആ ഒരു ഫ്ലോറിൻ്റെ ഒരു ലീഫിൻ്റെയും അതുപോലെ തന്നെ ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഒരു പാറ്റേൺ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷൻ ലോവറിലോട്ടാണ് കേട്ടോ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ കൊടുക്കുന്നത്. വിത്ത് നമുക്ക് സ്കാല ഫിനിഷോടെയാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിൽ വന്നിട്ടുള്ള സാരീസും കൂടിയാണ്. ആൻഡ് ബ്ലൗസ് പീസും സെയിം ഈ ഒരു കോട്ടയിൽ തന്നെ ഫുൾ നമുക്കൊരു ഫ്ലോറലിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. സാരീസിൽ എംബ്രോയ്ഡറി പാറ്റേൺ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം പ്രിൻ്റാണ് നമുക്ക് ബ്ലൗസ് പീസിൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഞാൻ വേറെ ഇരിക്കുന്ന ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡാണെങ്കിൽ ഇത് വരുന്ന ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിലും നമ്മുടെ പേഴ്സണൽ യൂസിനൊക്കെ ആണെങ്കിലും പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസും കൂടെയാണ്. ആൻഡ് ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വന്നിട്ടുള്ളത്. എല്ലാത്തിലും നമുക്ക് സെയിം വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. കളേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് വന്നു പോകുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസും ഈ ഒരു സെയിം കോട്ടയിൽ തന്നെ ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയാണ് ബ്ലൗസ് പീസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഒരു കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു ഭംഗിക്ക് വേറെ എടുക്കാൻ പറ്റുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. കോഡ് വരുന്നത് BLD എന്ന കോഡിലാണ്. BLD 1291 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 3259 എന്ന പ്രൈസ് റേഞ്ചിലാണ്. ഇതിൻ്റെ 3ൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എന്തായാലും ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഇന്ന് കുറച്ചധികം ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള കോട്ട സാരീസ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കോട്ട സാരീസിൻ്റെ കളക്ഷൻസാണ്. ഈ ഒരു സമ്മർ ടൈമിലായാലും അല്ല നമുക്ക് റെയിനി ടൈമിലൊക്കെ ആണെങ്കിലും കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. ആൻഡ് അത് ഭയങ്കര സോഫ്റ്റാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഫസ്റ്റ് വൺ ഞാൻ വേറെ എടുക്കുന്ന ഈ ഒരു ബേജ് ഷെയ്ഡാണ്. എല്ലാത്തിലും നമുക്ക് വൈറ്റ് കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ബേസ് കളറിൽ നമുക്ക് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ആണ്. ആ ഒരു അൺഈവനായിട്ട് വന്നിട്ടുള്ള ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ആണ് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഇഷ്ടപ്പെട്ടത്. ഞാൻ കണ്ടോ അപ്പർ പോർഷനിലായാലും ലോവർ പോർഷനിലായാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുള്ള ആ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ആണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. ആൻഡ് ലോവർ പോർഷനിൽ കുറച്ചൊന്ന് ബ്രോഡായിട്ട് വന്നിട്ടുള്ള ആ ഒരു ബോർഡർ ഡീറ്റെയിലിങ്ങിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഫ്ലോറൽ ലുക്കിൽ നമുക്ക് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് സ്കാറ്റഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു റോസിൻ്റെയൊക്കെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്ലവർ ഡീറ്റെയിലിംഗ് ആണ് നമുക്ക് അതിൽ പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ലുക്ക് ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് പ്രത്യേകിച്ച് പ്ലേറ്റ്സ് ഒക്കെ എടുക്കാനാണെങ്കിലും 1 ലെയർ ഇങ്ങനെ ഇടാനാണെങ്കിലും ഈ ഒരു അൺഈവൻ പ്ലേറ്റ്സ് ഇടാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഒരേപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാരിയും കൂടെയാണ്. ആൻഡ് ഇതിൻ്റെ കുറച്ചും കൂടെ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ്. വർക്ക് വെയറിനൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഡ്രേപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഈ ഒരു സാരീസ് എല്ലാം വന്നിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് ലുക്ക് വരുന്ന ഇതാണ് കേട്ടോ. ആൻഡ് ആ ഒരു ലോവർ പോർഷനിലാണ് ആ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ്, ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കോട്ടണിലാണ് വിത്ത് ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ഒരു ഫ്ലോറൽ ലുക്കിലാണ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാത്തിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള വർക്ക് ഡീറ്റെയിലിംഗ്, കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ.
സെക്കൻഡ് ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് പേഴ്സണലി യങ്ങർ ക്രൗഡ്സൊക്കെ ഇതൊന്നും ചൂസ് ചെയ്യാറില്ല. ഇങ്ങനത്തെ കോട്ട സാരീസൊക്കെ ഭയങ്കര റെയറായിട്ടായിരിക്കും യങ്സ്റ്റേഴ്സൊക്കെ ചൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കംഫർട്ടായിട്ട് എടുത്ത് വെയർ ചെയ്യാനും ഒതുങ്ങി നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാരിയും കൂടെയാണ്. ആ ഒരു പ്ലീറ്റ്സൊക്കെ എടുക്കുന്ന ഭാഗമാണെങ്കിലും ഒരു അൺഈവനായിട്ട് വന്നിട്ടുള്ള ആ ഒരു സ്കാലപ്പ് ഡീറ്റെയിൽ ആണെങ്കിലും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്നൊരു ഇതാണ് കേട്ടോ. ആൻഡ് സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഒരു മോട്ടീഫ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ബ്ലൗസ് പീസ്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു മോവ് ഷെയ്ഡാണ്. ദിസ് ഈസ് ദ ലുക്ക്. ഇതാണ് ആ ഒരു പല്ലുവിൻ്റെ പോർഷൻ വരുന്നത്. ആൻഡ് ബ്ലൗസ് പീസ്. ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഒരു ഫങ്ഷൻസിനൊക്കെ ആണെങ്കിലും ഒരു സിമ്പിൾ ലുക്ക് വേണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു സാരീൻ്റെ കളക്ഷൻ ചൂസ് ചെയ്യുക കേട്ടോ. ഒരു പേൾ ജ്വൽസൊക്കെ ഇട്ട് നമ്മൾ പെയർ ചെയ്യുവാണെങ്കിലും നല്ലൊരു മിനിമൽ ലുക്ക് നമുക്ക് കിട്ടും. ആൻഡ് ഒത്തിരി വെയിറ്റ് അല്ലാത്തൊരു സാരിയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ. ഇപ്പം ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ ബ്ലൗസ് പീസ് സ്റ്റിച്ച് ചെയ്തിടുന്നതും നല്ലൊരു ഭംഗിയായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇങ്ങനെ കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തിടുവാണെങ്കിലും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ് വരുന്നത് BLD 1377 എന്ന കോഡിൽ 3399 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപർണയ്ക്ക് ഷെയ്ഡ് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ആട്ടോ. എല്ലാവർക്കും എല്ലാ സ്കിൻ ടോണും മാച്ച് ആവുന്ന കളർ ടോണിലാണ് വന്നേക്കുന്നത്. ഇതിന് കുറച്ച് എല്ലാം നല്ല കളേഴ്സാണ്. ഈ ഒരു കളക്ഷനകത്ത് വന്നേക്കുന്നതിൻ്റെ പ്രത്യേകതയും ആ ഒരു കളർ കോമ്പിനേഷനാണ്. ആ ഒരു നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ജോർജറ്റ് ഫാബ്രിക്കിനകത്ത് നൽഗോണ്ട മിറർ വർക്ക്, ബാന്തിനിയുടെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് ബത്തീക്കിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് യോക്ക് പോർഷനിൽ ഒരു കളർ കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ ഷെയ്ഡ്. ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് ദുപ്പട്ടയും നമ്മുടെ ബോട്ടത്തിൻ്റെയും ഷെയ്ഡ് വരുന്ന ആ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാട്ടോ. ആൻഡ് ലോവറിലോട്ട് വരുമ്പോഴത്തേനും മാംഗോ യെല്ലോ ഷെയ്ഡുമാണ് വന്നേക്കുന്നത്. അവിടെയൊക്കെ മിററിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷനിലാണ്. അപ്പർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ഡാർക്കും ലോവർ പോർഷനിൽ ആ ഒരു ലാവൻഡറിൻ്റെ ലൈറ്റ് ഷെയ്ഡുമാണ്. അതിൽ തന്നെ നമുക്ക് ആ ഒരു നൽകോണ്ട മിറേഴ്സ്, പിന്നെ ആ ഒരു ഷിഫോണിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയിൽ നോക്കുവാണെങ്കിൽ ആ ഒരു സെൽഫ് വീവിങ് സ്റ്റൈലൂടെ നമുക്ക് ക്ലോസിൽ നോക്കിയാലേ മനസ്സിലാവാൻ പറ്റും. അത് ചിലതിനകത്ത് മാത്രമേ ആ വീവിങ് വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഞാൻ എടുത്തിട്ടുള്ളതിൽ ആ ഒരു ഫ്ലോറൻ്റെ സ്റ്റൈൽ വന്നിട്ടില്ല. ഇത് വീവിങ്ങിനകത്ത് കൊണ്ടുവന്നേക്കുന്നതാണ്. ആ ഒരു സെൽഫ് വീവിങ് സ്റ്റൈലിനകത്ത് ഒരു ഫ്ലോറൽ ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ക്ലോസിൽ നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ലുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് കോട്ടണിൽ വന്നിട്ടുള്ള ബോട്ടത്തിലും നമുക്ക് ആ ഒരു പ്രിന്റ് ഡീറ്റെയിലിംഗ് ബാത്തിക്കിന്റെ ഒക്കെ ആ ഒരു പ്രിന്റ് നമുക്ക് പ്ലേസ് ചെയ്ത് യെല്ലോ ആൻഡ് ഗ്രീനിന്റെ ഒരു കോമ്പിനേഷൻ. നെക്സ്റ്റ് 2 കളേഴ്സ് ആട്ടോ കൊണ്ടുവന്നേക്കുന്നത്. രണ്ടും റെയർ ഷെയ്ഡാണ്. ഇതെനിക്ക് ഈ ഒരു കളർ നല്ല ഇഷ്ടപ്പെട്ടു. ഫേസിന് കുറച്ചൊന്ന് ബ്രൈറ്റ് ആക്കുന്ന കളർ ടോൺ ആട്ടോ. നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡില്ലേ, ആ ഒരു പിങ്ക് ചേർന്നിട്ടുള്ള റെഡ് ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. അതിൻ്റെ കൂടെ ആ റെഡിൻ്റെയും പിങ്കിൻ്റെയും കുറച്ച് കൂടുതൽ, പിങ്ക് കുറച്ച് കൂടുതലുള്ളതാണ് ലോവർ പോർഷനിൽ വന്നേക്കുന്നത്. അപ്പറിൽ റെഡ് കുറച്ച് കൂടുതലായിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ നൽകോണ്ട മിറർ വർക്ക്. അതെ. പിന്നെ ദുപ്പട്ട ഷിഫോണിൽ വന്നിട്ടുള്ള ദുപ്പട്ട, ഇതിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു സെൽഫ് വീവിങ്ങിൻ്റെ ആ ഒരു എംബ്രോയിഡറി ആക്ച്വലി ഇതിൽ വരുന്നില്ല കേട്ടോ. ചില ദുപ്പട്ടാസിൽ മാത്രമേ വരുന്നുള്ളൂ. ബത്തിക് പ്രിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ തേക്കുന്നത് ഒരു കോഫി ബ്രൗണിൻ്റെ കൂടെ ഒരു ക്രീം ഷെയ്ഡ് അല്ലേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ പാലറ്റും കൂടിയാണ് കേട്ടോ. ആ ഒരു ബ്രൗൺ ഒരു പ്രീമിയം സ്റ്റാൻഡേർഡ് ലുക്കിൽ നിൽക്കുന്നത്, നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടോ കാഷ്വൽ ലുക്കിനൊക്കെ പറ്റുന്ന ഒരു കളക്ഷൻ. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നതൊക്കെ SF1152, പ്രൈസ് റേഞ്ച് 2509. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു നേവി ബ്ലൂ, കുറച്ചൊന്ന് ഡാർക്കായിട്ട് വന്നേക്കുന്ന കേട്ടോ. നമുക്ക് സിമിലർ ടു ബ്ലാക്കിലോട്ട് പോകുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡിൻ്റെ കൂടെ ലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ. 6 ആക്ട് ടൈപ്പിലാണ് ബത്തിക്ക് ചെയ്തെടുത്തേക്കുന്നത്. ആ ഒരു സിമിലർ ലുക്കിൽ ഒരു ജോമെട്രിക് സ്റ്റൈലിൽ സ്ക്വയർ ടൈപ്പിലൊക്കെ ചെയ്തെടുത്തേക്കുന്ന ബോട്ടത്തിൽ വന്നേക്കുന്ന പ്രിൻറ്റ്
കോട്ടണിലാട്ടോ വന്നേക്കുന്നത്, മൾക്കോട്ടണിൽ വന്നേക്കുന്ന ബോട്ടമാണ്. ആൻഡ് ഷിഫോണിൽ വന്നേക്കുന്ന ദുപ്പട്ട ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നേക്കുന്ന ദുപ്പട്ട കേട്ടോ. ഇതിനകത്ത് നമുക്ക് ആ ഒരു ഷെയ്ഡഡ് എഫക്റ്റ് ടോപ്പിൽ വരുന്നത് പോലെ തന്നെ ദുപ്പട്ടയിലും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ ആ ഒരു കാപ്പിപ്പൊടി കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളർ ഷെയ്ഡിലാണ് അപ്പർ പോർഷനിൽ വന്നിട്ടുള്ളത്. ലോവർ പോർഷൻ നോക്കുവാണെങ്കിൽ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കണമെന്നുള്ളവർക്കൊക്കെ ഈ ഷെയ്ഡ് നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ. ബോട്ടം ആൻഡ് ദുപ്പട്ട. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ഇതിന്റെ ഞാനിപ്പോഴാണ് കണ്ടത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ, ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്, ഡാർക്ക് ആൻഡ് അതാണ് ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ട്. പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ജോർജറ്റ് മെറ്റീരിയൽ നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്തിടുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തരുന്നത് ഫിഗറി ആയിട്ട് കിട്ടുന്നത് ഈ ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ്. അതിന്റെ ആ ഒരു ഗ്രീൻ ആൻഡ് ലൈറ്റ്, ഇതൊരു ഒലീവ് ഗ്രീൻ ആട്ടോ, ഒലീവ് ഗ്രീനിന്റെ കൂടെ ബ്ലൂവിന്റെ ഒരു കോമ്പിനേഷൻ, റെയർ ഷെയ്ഡ് ആട്ടോ. അതെ, ഇതിൽ നമുക്ക് ആ ഒരു സെൽഫ് പ്രിന്റിൽ വന്നിട്ടുള്ള ആ ഒരു വീവിംഗ് സ്റ്റൈൽ ദുപ്പട്ടയിൽ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ വേറെ തേക്കുന്നതിനകത്തൊരു ബ്ലൂഷ് ഗ്രേയിന്റെ കൂടെ ഒരു റെഡിന്റെ കോമ്പിനേഷൻ ആട്ടോ. നമുക്ക് ഗ്രേയിന്റെ കൂടെ ഏത് കളർ കോമ്പിനേഷൻ കൊടുത്താലും പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. ഇന്നും ആ ഒരു കളർ കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ഇതിന്റെ ദുപ്പട്ടയിൽ നമുക്ക് ആ ഒരു സെൽഫ് വീവിംഗ് സ്റ്റൈൽ വരുന്നുണ്ട്, ഫ്ലോറൽ സ്റ്റൈൽ. അതിന്റെ കൂടെ തന്നെ ബത്തിക്ക് ചെയ്തേക്കുന്നതും ഒരു ഫ്ലോറൽ സ്റ്റൈൽ അല്ല കേട്ടോ. ആൻഡ് ഇതിന്റെ കോഡ് വരുന്നത് SF1154 എന്ന കോഡിൽ 2509 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷൻസ്. SF1153. ഇതിന്റെ എല്ലാം ട്രൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. check it out www.aham.store.